ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇറ്റ് ഇസ് മീ സയ്യിദ് ഷഹീർ ഫ്രം പാപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ CUT PG റിസൾട്ടൊക്കെ വന്ന് വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ അഡ്മിഷൻസ് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഓരോ യൂണിവേഴ്സിറ്റികളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അലേർട്ട് ആവേണ്ടത് നോട്ടിഫിക്കേഷൻസ് മിസ്സാവാതിരിക്കുക എന്നുള്ളതിലാണ്. കാരണം എന്താണ്, നമ്മൾ നല്ല രീതിയിൽ എക്സാമിനേഷൻ എഴുതി അത്യാവശ്യം നല്ല സ്കോർ കിട്ടി, പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികൾ നമുക്ക് മിസ് ചെയ്ത് പോയാൽ വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ മിസ് ചെയ്ത് പോവാതിരിക്കാൻ നിങ്ങൾക്കുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് പെപ്പിൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ പെപ്പിൻ്റെ PG ഗ്രൂപ്പുകളും മിഷൻ CUT PG ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അതിലൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലാസ്റ്റ് ഡേറ്റും ലിങ്കും ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും സോഷ്യൽ വർക്ക് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. പെപ്പിൻ്റെ PG അപ്ഡേറ്റ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പം സോഷ്യൽ വർക്കാണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം. ഞാനിപ്പം കോഴ്സൊക്കെ എഴുതി, HUQP 21 എഴുതി, ചില ആളുകളൊക്കെ COQP 11 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ്, ഇതറിഞ്ഞാലാണല്ലോ ആ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ അപ്ലൈ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അറൗണ്ട് 24ഓളം യൂണിവേഴ്സിറ്റീസ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമായിട്ട് നമുക്ക് എന്തിലുണ്ട്, സോഷ്യൽ വർക്കിന് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. നമുക്കറിയാം അതിൻ്റെ കൂടെ തന്നെ അതല്ലാത്ത അതർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് സോഷ്യൽ വർക്ക് കോഴ്സ്, നമ്മുടെ MSW അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ MA സോഷ്യൽ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതുള്ളത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഈ ഒരു നമ്മുടെ വെബ്സൈറ്റിലുള്ള ഓർഡറിലാണ് പറയുന്നത്. ഇതിൽ വളരെ നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്. പ്രത്യേകിച്ച് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള TISS ഒക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസിൽ സോഷ്യൽ വർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്, ഇതാ ഇവിടെയാണ് കാണുന്നത് അല്ലേ. ഓക്കെ, എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്ക് നോക്കാം. സോഷ്യൽ വർക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം സിലബസ് എങ്ങനെയാണ്, ഏതാണ് സ്പെഷ്യലൈസേഷൻ. കാരണം പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും, ചൈൽഡ് ഉണ്ടാവും, മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവും, ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഇങ്ങനെ കുറേ സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചും കൂടി ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തത്, അവരുടെ സിലബസിൽ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്നുള്ളത് കൊണ്ട് ഫീൽഡ് എക്സ്പോഷർ കിട്ടുന്ന പ്രോഗ്രാമുകൾ ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് സിലബസ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെയും ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകൾ നിങ്ങൾ കാണുന്നതും ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, അവിടെ സോഷ്യൽ വർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങളൊന്ന് ചോദിക്കുക, നേരിട്ട് ചോദിക്കുക, എങ്ങനെയുണ്ട് ക്യാമ്പസും കോഴ്സുകളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരുപാട് സീറ്റുകളുണ്ട്. ഏതായാലും വൈകിപ്പിക്കുന്നില്ല, നേരിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റികളിലേക്ക് പോവാം. ത്രിപുര യൂണിവേഴ്സിറ്റി, നമുക്കറിയാം നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്ക് ത്രിപുര യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സിക്കിം, മിസോറാം യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അപ്പം ത്രിപുര യൂണിവേഴ്സിറ്റി സോഷ്യൽ വർക്ക് പഠിക്കാൻ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് മറ്റൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു അല്ലേ, നമുക്ക് ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസാണത്. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പെപ്പിലേക്ക് അലൂമിനീസും ഉണ്ട് അവിടെ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ നമുക്ക് എന്തുണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്. ഇവിടങ്ങളിലൊക്കെ നമുക്ക് HUQP 21 എന്ന് പറയുന്ന ഈ ഒരു കോഴ്സാണ് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏറെക്കുറെ എനി ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എഴുതണമെന്നും സോഷ്യൽ വർക്ക് തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. BSW പഠിക്കാത്ത ആളുകൾക്കും എഴുതാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, MA സോഷ്യൽ വർക്കാണ് ജമ്മുവിലുള്ളത്. പിന്നെ വരുന്നത്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് അറ്റ്ലീസ്റ്റ് 3 years ഡ്യൂറേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എലിജിബിലിറ്റി നിങ്ങൾ നോക്കേണ്ടതുണ്ട് കേട്ടോ, എലിജിബിലിറ്റി നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നോർത്തിലേക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് അല്ല, നമ്മളെ ഒരു ഹിമാലയ വൈബൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്. നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ് അവിടെ വരുന്നത്. ഞാനത് പറയാൻ കാരണം നമ്മൾ നേരിട്ട് കണ്ട ക്യാമ്പസുകളായതുകൊണ്ടാണ്. ഇവിടുത്തെ നമ്മളുടെ കോഴ്സിൻ്റെ പേര് MSW എന്ന് തന്നെയാണ്. 50% മാർക്ക് നമുക്ക് ഡിഗ്രിക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് 50% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അഡ്മിഷൻ
എടുക്കാവുന്നതാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, പിന്നെ നിങ്ങൾ ചോദിക്കും ഇവിടെ കിട്ടാൻ മാർക്ക് എത്ര വേണമെന്നുള്ളത്. പ്രത്യേകിച്ച് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ചില യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവും ഹിമാചലും ത്രിപുരയൊക്കെ കമ്പാരിറ്റീവ്ലി ലെസ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്കോർ കുറവാണെങ്കിൽ പോലും MSWന് അഡ്മിഷൻ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ നിങ്ങൾ എവിടെ പോകാനും റെഡിയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ PGക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നൊക്കെയുള്ള വൈബ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ നോക്കാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് എന്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് അല്ലേ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയും RGNIVD രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെയാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ചില ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം തമിഴ്നാടുവിൽ നമുക്ക് എന്തുണ്ട്, സോഷ്യൽ വർക്ക് കോഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി അല്ലേ, ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതിലൊരു സംശയവും ഇല്ല. അത്യാവശ്യം നല്ല ഫീൽഡ് എക്സ്പോഷറും നല്ല സിലബസും നല്ല ഫാക്കൽറ്റീസും, പിന്നെ ഡൽഹിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് മൾട്ടിപ്പിൾ എക്സ്പോഷേഴ്സിനും ട്രാവൽ ചെയ്യാനും, പിന്നെ സോഷ്യൽ വർക്ക് ഡൽഹിയിൽ പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മെച്ചം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനൊക്കെ ഡൽഹിയിൽ ജീവിക്കുന്ന ആളായതുകൊണ്ടാണ് അത് അറിയുന്നത് കേട്ടോ. വളരെ റിനൗൺഡ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ NGOകൾ നമുക്ക് ഡൽഹിയിലുണ്ട്, ഒരുപാട് വെൽ നോൺ. ഇപ്പോൾ ഈവൻ നമ്മളെ കൈലാസ് സത്യാർത്ഥിയുടേതും അല്ലെങ്കിൽ ഒരുപാട് NGOസും. പിന്നെ നിങ്ങൾക്കുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് UN ചില പ്രൊജക്റ്റുകളിലേക്കും ആംനസ്റ്റിയിലേക്കും റെഡ് ക്രോസിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ, നിങ്ങളൊരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റീസൊക്കെ പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന മൾട്ടിപ്പിൾ എക്സ്പോഷർ വെച്ച് നോക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കുന്നത് നന്നായിരിക്കും. ഡൽഹിയിൽ അറിയാം നമുക്ക് CUT അല്ലാതെ ജാമിയ മില്ലിയൊക്കെ ഉണ്ട്. പക്ഷേ CUT വഴിയാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കൊടുക്കുക. ഇനി ഡൽഹിയിൽ തന്നെ പഠിക്കണം, ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുള്ള ഒരു കുഴപ്പമില്ല, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഡോക്ടർ ഹരിസിംഗ് കൗർ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലുള്ള സാഗറിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അത്യാവശ്യം ഈവൻ നിങ്ങൾക്കൊരു സ്കോർ കുറച്ച് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടർ ഹരിസിംഗ് കൗർ യൂണിവേഴ്സിറ്റി. ഞാൻ എലിജിബിലിറ്റി കാണിക്കുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമുക്ക് സെയിം എലിജിബിലിറ്റി തന്നെയാണ്. എനി ഡിഗ്രി മതി. അത് 50% 55% 45% എന്നുള്ളതിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, ജസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അനദർ ഓപ്ഷൻ സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ കൽബുർഗിയിൽ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. നല്ല രസമുള്ളൊരു ക്യാമ്പസാണ്, ആനന്ദ് അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്കുള്ള ക്യാമ്പസാണ്. പിന്നെ അവിടെയും നമുക്ക് സോഷ്യൽ വർക്ക് പഠിക്കാം. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തേസ്പൂർ യൂണിവേഴ്സിറ്റി നോർത്ത് ഈസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ബീഹാറിൽ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ IGNTU. ഇപ്പോൾ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് സോഷ്യൽ വർക്ക് പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് മധ്യപ്രദേശിലെ അമർകണ്ടകിലുള്ള IGNTU. ഇഷ്ടം പോലെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IGNTU നോക്കാവുന്നതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിലുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നതാണല്ലോ അല്ലേ, RGNIVD. നിങ്ങളൊരു ഫസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കാവുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റീൻ്റെ തൊട്ട് താഴത്തായിരുന്നു നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു പ്രിഫറൻസ് ഉള്ളതാണ് RGNIVD. ചെന്നൈയിൽ നിന്ന് കുറച്ച് മുമ്പോട്ടേക്കുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നമ്മളെ സ്വന്തം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നമുക്ക് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നോക്കാം, വെറുതെ ജസ്റ്റ് എലിജിബിലിറ്റി എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കൂ. MSW ആണ് കോഴ്സ് വരുന്നത്. MSWന് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ത് ചെയ്യണം, 10+2+3 എന്നുള്ള സ്കീമിൽ പഠിച്ച് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിജിബിളാണ് നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കണം. പിന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനത് എടുക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നിങ്ങളൊരു ഏജ് ലിമിറ്റ് എന്തിലുണ്ട് നമുക്ക്. ദ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 25 years ഓഫ് ഏജ്. ഏജ് ലിമിറ്റുള്ള ചില വളരെ പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ഉള്ളത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ആൻഡ് അനദർ ഈസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി.
പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ക്യാമ്പസുകളിലൊക്കെ ആയിട്ട് നമുക്ക് എന്തുണ്ട് സോഷ്യൽ വർക്ക് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സീറ്റുകളുടെ എണ്ണം നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സൗത്ത് ഇന്ത്യയിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസിൽ വെക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നല്ല വൈബുള്ളൊരു സ്ഥലമല്ലേ അല്ലേ? ഓക്കെ. പിന്നെ വീണ്ടും നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, നിങ്ങൾക്കൊരു ട്രാവൽ വൈബൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. നിങ്ങൾ അവിടുത്തെ അലൂമിനീസിനോട് കൂടി ചോദിക്കുക, കാരണം സ്പെഷ്യലൈസേഷൻസ് ഒക്കെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായതുകൊണ്ട്. പിന്നെ റീസെൻ്റ്ലി വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ നമുക്ക് എന്തുണ്ട്, വളരെ അടുത്താണ്, പോകാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, ബോധ്ഗയയിലുള്ള സൗത്ത് ബീഹാറിൽ മലയാളി കമ്മ്യൂണിറ്റി, നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. അത്യാവശ്യം ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഗുരു ഘാസിദാസ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, മഹാരാഷ്ട്രയിലുള്ള മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി വിശ്വവിദ്യാലയ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും മിസോറാം യൂണിവേഴ്സിറ്റിയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശുമാണ്. നമ്മൾക്ക് സോഷ്യൽ വർക്ക് MSW അല്ലെങ്കിൽ MA സോഷ്യൽ വർക്ക് കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ്. എന്നാൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെക്കാൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഉണ്ട്. അതാണെന്ത്? ടിസ് അല്ലേ? ടിസ്സിലാണ് നമ്മളുടെ ഫസ്റ്റ് പ്രിഫറൻസിൽ വരേണ്ട സോഷ്യൽ വർക്ക് വരേണ്ടത്. കാരണം സോഷ്യൽ വർക്കാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിലെ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ടിസ് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ COQP 11 SUQP 21 ഇനി SUQP 18. അത് 18 എന്തിനാണ് കൊടുത്തതെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. എന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് കൊടുക്കാവുന്ന യൂണിവേഴ്സിറ്റിയാണ്. മൾട്ടിപ്പിൾ സ്പെഷ്യലൈസേഷൻസ് അതിൻ്റെ തന്നെ ഒരുപാട് മുംബൈ ക്യാമ്പസിലും തുൽജാപൂർ ക്യാമ്പസിലും ഹൈദരാബാദ് ക്യാമ്പസിലൊക്കെ ആയിട്ട് പല കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യൽ വർക്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോഷ്യൽ വർക്ക് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് മുംബൈ ക്യാമ്പസിലുണ്ട്. ഏകദേശം എല്ലാത്തിൻ്റെ എലിജിബിലിറ്റി സെയിം തന്നെയാണ്. പിന്നെ നോക്കൂ, MA സോഷ്യൽ വർക്ക് ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് മുംബൈ ക്യാമ്പസിൽ. നല്ല രസമുള്ള ക്യാമ്പസ് ആട്ടോ. നിങ്ങൾ ശരിക്കും നിങ്ങളാ ടിസിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ടിസിൻ്റെ മുംബൈ ക്യാമ്പസിലൊക്കെ ഒന്ന് പോയാൽ തന്നെ എന്ത് ചെയ്യുന്നറിയോ, പ്രിപ്പറേഷൻ്റെ പകുതി നിങ്ങൾ സ്പീഡ് കൂട്ടും. അത്രയും ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ്. നല്ല എന്താണ് ഫീൽഡ് വർക്കിന് കൂടുതൽ പ്രിഫറൻസുകൾ കൊടുക്കുന്നതാണ്. നോക്കൂ, മറ്റൊരു സ്പെഷ്യലൈസേഷനാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും ഡെവലപ്മെൻറ്റ് പ്രാക്ടീസും. ഇതൊക്കെ മുംബൈ ക്യാമ്പസിലുള്ള കോഴ്സുകളാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഡിസേബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ മുംബൈ ക്യാമ്പസിൽ തന്നെയുള്ളതാണ്. എല്ലാത്തിനും SUQP 21 COQP 11 അല്ലെങ്കിൽ SUQP 18 എഴുതിയാൽ മതി. നോക്കൂ, ദളിത് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ അല്ലേ, മുംബൈ ക്യാമ്പസിലുള്ള കോഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു സാധനത്തിനപ്പുറത്തേക്ക് നിങ്ങൾ സോഷ്യൽ വർക്കിൽ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസും കൂടി നോക്കുന്ന ആളുകളാണെങ്കിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ടിസ് തന്നെ കൊടുക്കുക. നല്ല റാങ്ക് ടോപ്പ് മാർക്കുള്ള ആളുകൾക്കാണ് കിട്ടുക. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരുപാട് സീറ്റുകളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഓക്കെ, നോക്കൂ, മെൻ്റൽ ഹെൽത്ത് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പബ്ലിക് ഹെൽത്ത്, MSW എന്താണ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഞാൻ എല്ലാം കാണിക്കുന്നില്ല. ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ, ലിവ്ലിഹുഡ് ആൻഡ് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്. അപ്പം ഇത്തരം സ്പെഷ്യലൈസേഷൻസ് ഉള്ള ക്യാമ്പസാണ് എന്ത് ടിസ്. നോക്കൂ, വിമൻ സെൻറ്റേർഡ് പ്രാക്ടീസ്, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടി കാണിക്കരുത് ഇവിടെ കേട്ടോ. സോഷ്യൽ വർക്കിലെ സ്പെഷ്യലൈസേഷൻസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതല്ലാത്ത പല കോഴ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ടിസ് തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ തെറി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റികളാണ് ഉള്ള ഒന്നാണ് എന്ത് തെറി യൂണിവേഴ്സിറ്റി വരുന്നത്. പിന്നെ നമുക്ക് അടുത്തുള്ള ഒന്നാണ് ഏത് അവിനാശ് ലിംഗം യൂണിവേഴ്സിറ്റി. ഓക്കെ, കോയമ്പത്തൂരുള്ളത്. പിന്നെ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ കുറച്ചും കൂടി അമിറ്റി യൂണിവേഴ്സിറ്റി ഒക്കെയാണ് കുറച്ചും കൂടി ഒന്ന് നല്ലതായിട്ട് വരിക. ആസിം റംജി യൂണിവേഴ്സിറ്റീസും ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയൊക്കെ അതിൽ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കാവുന്ന ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്, ഒന്ന് BR അംബേദ്കർ യൂണിവേഴ്സിറ്റി. ഡൽഹിയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയും അത്യാവശ്യം നല്ല ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഒരുപാട് മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ലഡാക്കിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. വൈബായിരിക്കും.
2 കൊല്ലമൊക്കെ ലഡാക്കിൽ പൊളിച്ചടക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ എക്സ്ട്രീം താല്പര്യമുള്ള ആൾക്കാർ മാത്രം പോവുക. ക്ലൈമറ്റും ലാംഗ്വേജും ഒക്കെ ഒരു മാറ്ററാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫിറ്റുള്ള ആൾക്കാർ മാത്രം കൊടുക്കുക. ഇനി എവിടെയും കിട്ടൂല എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കൊടുത്തിട്ടേ കേട്ടോ. ഓക്കെ, അപ്പം സോഷ്യൽ വർക്കിന് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് HQP 21 അല്ലെങ്കിൽ COQP 11 എഴുതിയിട്ടുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് സോഷ്യൽ വർക്ക് ഉണ്ട്. പക്ഷേ അത് HQP 21 അല്ല, COQP 11 ആണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ വളരെ അലേർട്ട് ആവുക. ഓരോ യൂണിവേഴ്സിറ്റീസും വിളിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഒന്നെങ്കിൽ യൂട്യൂബ് വീഡിയോ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ പെപ്പിൻ്റെ ഗ്രൂപ്പിലും ഉണ്ടാകും. അപ്പോൾ പെപ്പിൻ്റെ ഗ്രൂപ്പിൽ മിഷൻ ഗ്രൂപ്പുകളിൽ ഇല്ലാത്തവർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഏതായാലും നല്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. പരമാവധി യൂണിവേഴ്സിറ്റികളിൽ കൊടുത്തിടുക. നിങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ എണ്ണം കുറച്ചാൽ നിങ്ങളുടെ പ്രിഫറൻസുകളും ഓപ്ഷൻസും കുറയും. മാക്സിമം സ്ഥലത്ത് കൊടുക്കുക, എന്നിട്ട് നല്ല സ്ഥലത്ത് ചൂസ് ചെയ്യുക, കിട്ടുന്ന സമയത്ത് ചൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ, അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ, നല്ല സോഷ്യൽ വർക്കേഴ്സ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.